മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ പരിപാടിയിൽ PV അൻവറിന് ക്ഷണം. തിരുവമ്പാടി പഞ്ചായത്ത് KMCC സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് PV അൻവറിനെ ക്ഷണിച്ചത്. നാളെയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. UDFനെതിരെ PV അൻവർ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് ഘടകകക്ഷിയായ ലീഗിന്റെ പരിപാടിയിലേക്ക് PV അൻവറിന് ക്ഷണം ലഭിച്ചത്. പരിപാടിയുമായി ബന്ധമില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറും ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും മത്സര രംഗത്തുള്ളപ്പോൾ KMCC സംഘടിപ്പിക്കുന്ന പരിപാടി എന്താണ്? അതിലേക്ക് ക്ഷണിച്ചത് അത് കേവലം ഒരു ക്ഷണമായി കാണാൻ കഴിയുന്ന സാഹചര്യമാണോ നിലവിൽ? സുജ, PV അൻവർ UDFന്റെ വോട്ട് ബാങ്കിലേക്ക് അടക്കം ഇടിച്ചു കയറുമോ എന്നുള്ള ചോദ്യം നിലമ്പൂരിൽ സജീവമായി നിൽക്കെ തന്നെയാണ് ഇത്തരമൊരു വിവാദം കൂടി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയായിട്ടുള്ള KMCC സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ തിരുവമ്പാടി വെച്ച് നാളെ നടക്കാൻ പോകുന്ന ഹരിതജീവനം 2025 എന്ന കുടുംബ സംഗമത്തിലേക്കാണ് PV അൻവറെ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരാളായിട്ടുള്ള CP ചെറിയ മുഹമ്മദാണ് അതിലെ മുഖ്യ അതിഥി. CP ചെറിയ മുഹമ്മദ് ചാരിറ്റി, റിലീഫ്, സന്നദ്ധ സംഘടന എന്ന പേരുകൾ നമുക്ക് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന നാമം, അതെ, ഒരേ ഒരു നാമം, അത് KMCC ആണ്. രാഷ്ട്രീയം എന്ന തലത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, സന്നദ്ധ സംഘടന കൂടെയാണ്. മുസ്ലിം ലീഗ് എന്ന് കേരളത്തിൽ വലിയ പ്രചാരണം ലഭിക്കാൻ കാരണം തന്നെ KMCC തന്നെയാണ്. ആ KMCCയുടെ പരിപാടിയിലേക്കാണ് PV അൻവർ MLA ക്ഷണിച്ചിട്ടുള്ളത്. അതും നിലമ്പൂരിൽ ആര് ജയിക്കുമെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ അൻവറിന്റെ തരംഗം നിലമ്പൂരിലെ അതിർത്തികൾ വിട്ടുകൊണ്ട് കേരളത്തിൽ ഉടനീളം വലിയൊരു ഫാൻസ് തന്നെ അൻവറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയിലേക്ക് അൻവറിനെ ക്ഷണിക്കപ്പെടുമ്പോൾ അത് തീർത്തും വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ അൻവറിന് തന്നെയാണ് തങ്ങളുടെ വോട്ടെന്ന് മുസ്ലിം ലീഗിലെ പല പ്രവർത്തകരും നിലമ്പൂരിൽ തുറന്നു പറയുകയും ചെയ്തതോടുകൂടി എതിർ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ തന്നെ സ്വന്തം കക്ഷിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആ വ്യക്തി മുസ്ലിം ലീഗിനെ പല രീതിയിലും ഒളിയമ്പുകൾ നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതൊക്കെയും നിലമ്പൂരിലെ വോട്ടർമാരുടെ ഹൃദയത്തിൽ ചിതറിക്കിടക്കുന്ന, തുളച്ചു കിടക്കുന്ന മായാത്ത മുറിവുകളായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതിനെല്ലാം തിരിച്ചടി രഹസ്യമായിട്ട് തന്നെ മുസ്ലിം ലീഗ് കൊടുക്കുമോ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊടുക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. തീർത്തും അൻവറിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ഒരു പരിപാടി വളരെയധികം രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അൻവറിന്റെ കൂറ്റൻ റാലിയും നടന്നത് കഴിഞ്ഞതോടുകൂടി സ്വരാജ്, അതുപോലെ തന്നെ ഷൗക്കത്ത് എന്ന് പറയുന്ന രണ്ട് കളത്തിലേക്ക് ത്രികോണ മത്സരമാക്കിക്കൊണ്ട് അൻവർ കടന്നു വന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ ഒരു ക്ഷണം ഏറെ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ടുകൾ അൻവറിന് കൊടുക്കണമെന്നുള്ള ഒരു രഹസ്യമായ പരോക്ഷമായിട്ടുള്ള ഒരു സന്ദേശം കൂടെ ഇതിലൂടെ കൈമാറുന്നുണ്ടോ എന്നതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.